കമല ഗോവിന്ദ് എന്ന എഴുത്തുകാരി എഴുതിയ പ്രസിദ്ധമായ അധീന എന്ന കഥയാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അധീന മോളെ ആദി. അടുക്കള സ്ലാബിന് മുകളിൽ 3 ടിഫിൻ ബോക്സുകൾ നിരത്തി വെച്ച് അതിൽ 3 മക്കളുടെയും ഇഷ്ടപ്രകാരം ചോറും കറികളും എടുക്കുന്നതിനിടയിൽ ഭാനു വാത്സല്യത്തോടെ വിളിച്ചു. എന്തോ അമ്മയോടുള്ള മുഴുവൻ സ്നേഹവും തുളുമ്പുന്ന വിധത്തിൽ അടുത്ത മുറിയിൽ നിന്ന് അധീന വിളി കേട്ടു. യൂണിഫോം ധരിച്ച ശേഷം സ്കൂൾ ബാഗിൽ ബുക്കുകൾ അടുക്കി വെക്കുകയായിരുന്നു അവൾ. 6ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. ആര്യക്കുട്ടിയും മാമിക്കുട്ടിയും ഒരുങ്ങിയോ മോളെ? ഭാനു വീണ്ടും ചോദിച്ചു. അധീന മുഖം തിരിച്ചു നോക്കി. ബെഡിൽ കമിഴ്ന്ന് കിടന്ന് നിവർത്തി വെച്ച ബുക്കിൽ പെൻസിൽ അമർത്തി പിടിച്ച് ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ആര്യക്കുട്ടി. ഊറിച്ചിരിച്ച് അധീന വിളിച്ചു പറഞ്ഞു, അവൾ പടം വരയ്ക്കാമേ, ഒരുങ്ങുന്നില്ല. ആര്യക്കുട്ടിക്ക് അത് ഇഷ്ടമായില്ല. ഇച്ചേച്ചിയോട് പിണങ്ങിയെന്ന് അവൾ മുഖം മെറിപ്പിച്ച് ആംഗ്യം കാട്ടി. 3ാം ക്ലാസ്സിലാണ് അവൾ. അധീനയ്ക്ക് ചിരിപൊട്ടി. ആമിക്കുട്ടിയോ, അവൾ ഒരുങ്ങിയോ മോളെ? ഭാനുവിൻ്റെ അടുത്ത ചോദ്യം വന്നു. അധീന ചുറ്റും വന്ന് നോക്കി. ആമി എവിടെ? അമ്മേ, ഇങ്ങോട്ട് ഓടി വന്നേ. അവൾ ദേ സ്കൂളിൽ പോകാൻ മടിച്ച് കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. അധീന വിളിച്ചു പറഞ്ഞു. ധരിച്ചിരിക്കുന്ന നീല നൈറ്റിയിൽ കൈ തുടച്ചുകൊണ്ട് ഭാനു വാതിൽക്കലെത്തി. അധീന കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ഭാനു മുറിക്കുള്ളിലേക്ക് കയറി കട്ടിലിൻ്റെ അടിയിലേക്ക് കുനിഞ്ഞു നോക്കി. ബെഡിൽ നിന്ന് താഴേക്ക് ഊർന്നു കിടക്കുന്ന ഷീറ്റിൻ്റെ മറവിൽ ആരും കാണില്ലെന്ന ഭാവത്തിൽ കൂനി പിടിച്ചിരിക്കുകയാണ് 5 വയസ്സുകാരി ആമിക്കുട്ടി. അല്പം മുമ്പ് കുളിപ്പിച്ച് വിട്ടതാണ് അവളെ. ഇതുവരെ യൂണിഫോം പോലും ധരിച്ചിട്ടില്ല. ഒളിച്ചിരിക്കുന്നത് മതിയാടാ ചക്കരെ, ഇങ്ങ് വന്നേ, അമ്മ യൂണിഫോം ഇട്ട് തരാം. ഭാനു കൈനീട്ടി ആമിക്കുട്ടിയെ പിടിച്ചെടുത്തു. അവൾ അതിമനോഹരിയായ ഒരു കുഞ്ഞു പൂമ്പാറ്റയാണ്. ആമി ചുണുങ്ങിക്കൊണ്ട് വയറ് പൊത്തിപ്പിടിച്ചോ. എനിക്ക് വയറ്റിൽ അപ്പടി വേദനയാ അമ്മേ. അവൾ കള്ളം പറയാ അമ്മേ. വരയ്ക്കുന്നതിനിടയിൽ ആര്യ വിളിച്ച് പറഞ്ഞു. സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാ. അവൾക്ക് വയറ്റിൽ ഒരു വേദനയും ഇല്ല. ആമിക്ക് ആര്യയുടെ കടന്നുകയറ്റം ഇഷ്ടമായില്ല. ഇവൾ എന്നെ ഇന്നലെ വയറിന്മേ ഇടിക്കാൻ വന്നതാ അമ്മേ, അതാ എനിക്ക് വേദന വന്നത്. അയ്യോ അമ്മേ, അവൾ കള്ളം പറയുക, ഞാനെങ്ങും ഇടിച്ചില്ല. ആര്യ എണീറ്റിരുന്നു. ഭാനു ചിരി അടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ ആര്യക്കുട്ടി എന്താണാവോ ഒരുങ്ങാത്തത്? ഞാൻ ഇപ്പം ഒരുങ്ങും, ഇത് വരച്ചൊന്ന് തീർത്തോട്ടെ. ആര്യക്കുട്ടി വീണ്ടും വര തുടങ്ങി. ഇന്ന് ഇവർക്ക് 2 പേർക്കും സ്കൂളിൽ പോകാൻ മടി തന്നെയാമ്മേ. അനിയത്തിമാരെ നോക്കി ഊറിയ ചിരിയോടെ അധീന പറഞ്ഞു. 2ആളും ഇവിടെ നിന്ന് അടുക്കളപ്പണി ചെയ്ത് അമ്മയെ സഹായിച്ചാട്ടെ. ഞാൻ സഹായിക്കും, ആമി പറഞ്ഞു. ദേ അമ്മയെ സഹായിക്കാൻ ആളായി. അമ്മ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് സ്കൂളിൽ പോകണം. എൻ്റെ മുടിയൊന്ന് പിന്നിത്തന്നേ. അധീന ഭാനുവിൻ്റെ കയ്യിലേക്ക് ചീപ്പെടുത്ത് കൊടുത്തിട്ട് അവരോട് ചേർന്ന് നിന്നു. നീലയും വെള്ളയും കലർന്ന ചെക്കിൻ്റെ ഷോർട്ട് സ്കർട്ടും വെള്ള ബ്ലൗസുമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതാണ് സെൻറ്റ് മാരീസ് സ്കൂളിലെ യൂണിഫോം. 11 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അധീനയ്ക്ക്. തൻ്റെ നെഞ്ചൊപ്പമായിരിക്കുന്നു ഉയരം. കറുത്തിടതൂർന്ന നേരിയ ഒടിവുള്ള നീണ്ട മുടി 2ആയി ചീകി വകഞ്ഞ ഭാനു മെടഞ്ഞു കൊടുത്തു. എന്നിട്ട് വെള്ള റിബൺ കൊണ്ട് ഇരുവശത്തും കെട്ടി. മകളെ തനിക്ക് അഭിമുഖമായി നിർത്തി ഭാനു ആകെയൊന്ന് നോക്കി. മനോഹരിയാണ് തൻ്റെ മകൾ. കവിളുകൾക്ക് ഇളം റോസാദളത്തിൻ്റെ നിറം വെച്ചു വരുന്നു. കടമഴികളിൽ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടോ? ഈ വർഷമോ അടുത്ത വർഷമോ വയസ്സറിയിക്കാൻ മകൾ പാകപ്പെട്ടു വരുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ഭാനു തിരിച്ചറിഞ്ഞു. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിരയത്ത പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് അധീന ചോദിച്ചു. മോള് വളരുന്നത് അമ്മ കാണുകയായിരുന്നു. അധീനയുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് ഭാനു പറഞ്ഞു. ഞാൻ വളർന്നില്ലല്ലോ അമ്മേ, ചെറിയ കുട്ടിയല്ലേ. അധീന ചിരിച്ചു. അപ്പോൾ അവളുടെ മിഴികളുടെയും അധരങ്ങളുടെയും അഴക് ഇരട്ടിക്കുന്നത് ഭാനു കണ്ടു. പെട്ടെന്ന് അവർ ചെറുതായെന്ന് ഭയപ്പെട്ടു. കാലം വല്ലാത്തതാണ്. ഇന്നത്തെ ലോകത്തെ പേടിക്കണം, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ. ഓരോ പടി മുന്നോട്ട് വയ്ക്കുമ്പോഴും വളരുന്ന പെൺകുട്ടികളുടെ മേൽ കരുതൽ വേണം. താൻ ഓരോ നിമിഷവും ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. 3 പെൺമക്കളുടെ അമ്മയാണെന്ന ബോധം എപ്പോഴുമുണ്ട്. പക്ഷേ താൻ ഇല്ലാതായി പോയാൽ ഓർത്തപ്പോൾ ഭാനുവിൻ്റെ നെഞ്ചുവിങ്ങി. അമ്മേ, അധീന വിളിച്ചു. വീണ്ടും അവർ മകളുടെ മുഖത്തേക്ക് നോക്കി. ഇതേ കണ്ടില്ലേ, 2ഉം ബെഡിൽ കയറി കിടപ്പാമ്മേ. ഈ കള്ളികളെ വേഗമൊന്ന് ഒരുക്കി വിട്ടേ, ഓട്ടോറിക്ഷ ഇപ്പോൾ വരും, അധീന ഓർമ്മിപ്പിച്ചു. അത് ശരിയാണിതോ. ഭാനു പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. ആര്യക്കുട്ടിയും അമ്മിക്കുട്ടിയും അമ്മിക്കിടക്കുകയാണ്. ഭാനുവിന് ഒരു ബുദ്ധി തോന്നി. നീ പൊക്കോ ആദ്യം മോളെ, മടിയുള്ളവർ സ്കൂളിൽ പോകാതെ ഇവിടെ ഇരുന്നോട്ടെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ രമണേട്ടൻ എത്താറായി. 2നും ഇന്ന് ചൂരൽപ്പഴം ഉറപ്പാ, അവൾ പറഞ്ഞു. പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് രമണൻ. ദീർഘദൂര സർവീസിന് പോകുമ്പോൾ പുലർച്ചയെ എത്താറുള്ളൂ. അച്ഛൻ്റെ ചൂരൽപ്പഴം. അത് കേട്ടതോടെ ആര്യക്കുട്ടിയും ആമിക്കുട്ടിയും ചാടി എഴുന്നേറ്റു. കൂടുതൽ കുസൃതിയും ചാട്യവും എടുത്തപ്പോൾ 1-2 തവണ ആ ചൂരൽപ്പഴം അവർക്ക് കിട്ടിയിട്ടുണ്ട്.
അതിൻ്റെ ഓർമ്മ വന്നപ്പോൾ ആര്യക്കുട്ടി ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റു. ഞാൻ മരിച്ചു തീർന്നമ്മേ, ഇതേ ബാഗും എടുത്തു. എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു മടിയുമില്ലമ്മേ. ആമിക്കുട്ടിയും യൂണിഫോം കയ്യിലെടുത്തു. ഇതൊന്ന് ഇട്ട് തന്നമ്മേ, ഞാനും സ്കൂളിൽ പോകുക. അതിനെ ചിരിയടക്കി. മക്കളെ ഭാനു വേഗം ഒരുക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മ ദോശ വിളമ്പി വെക്കാം, വേഗം വന്ന് കഴിക്കും മൂന്നാൾ. അമ്മയുടെ മക്കൾ വിശന്ന് സ്കൂളിൽ പോവല്ലേ, കഴിക്കാം അമ്മേ. മൂവരും സമ്മതിച്ചു. ഊണുമുറിയിലെ മേശയ്ക്ക് ചുറ്റും മക്കളിരുന്നു. ഭാനു കൂടെ ഇരുന്ന് ആമയുടെ വായിലേക്ക് ദോശ മുറിച്ച് വെച്ച് കൊടുത്തു. ഇടയ്ക്ക് അധീരയും ആര്യയും വായി തുറന്നു. ഭാനു അവരുടെ വായിലേക്കും ദോശ വെച്ച് കൊടുത്തു. മക്കളെ കഴിക്കുകയും ഇതേ വയറ് നിറയെ കഴിക്കണം കേട്ടോ. തീറ്റിക്ക് വയറ് നിറയെ ഉരുട്ടി കൊടുത്ത് തീറ്റിക്കിടി. തിന്ന് നിൻ്റെ മക്കൾ മാത്രം പന പോലെ വളർന്നാൽ മതിയല്ലോ. പെട്ടെന്നാണ് സൈഡ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ബാക്കിയുള്ളവർക്കും വായും വയറും ഉണ്ടടി. പാച്ചിയമ്മയാണ് രമണൻ്റെ അമ്മ. അവരുടെ മുഴുവൻ പേര് പാർവതിയാണ്. പ്രായം 65 മേൽ വരും. സെറ്റും മുണ്ടുമാണ് വേഷം. പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ട് അമ്മയ്ക്ക് തരാമെന്ന് കരുതിയ ഞാൻ ഭാനു തല്ലി വിഷമത്തോടെ എഴുന്നേറ്റു. സാരമില്ല, അമ്മയ്ക്ക് വിശക്കുന്നെങ്കിൽ വന്നോളൂ. പിന്നെ നിൻ്റെ സൗകര്യത്തിന് വിളമ്പി വയ്ക്കുമ്പോൾ തിന്നാൻ എൻ്റെ പട്ടി വരും. പാച്ചിയമ്മ രോഷത്തോടെ തിരിച്ച് മുറിയിലേക്ക് കയറി. എന്നിട്ട് അതേ വേഗത്തിൽ മടങ്ങി വന്നു. കയ്യിലൊരു സഞ്ചിയുമുണ്ട്. ദോശ ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ വേണം. കഴിക്കാൻ നേരത്ത് വേണ്ട. ഞാൻ അങ്ങനെ ആരുമില്ലാത്തോളൊന്നും അല്ലടി. എനിക്കൊരു മോളുണ്ട്, രേവതി. ഞാനെന്ന് വെച്ചാൽ ജീവനാ അവൾക്ക്, അറിയാമോ? നീയൊരു സൂക്കേടുകാരിയാണല്ലോ എന്ന് വെച്ച് ഇവിടെ നിന്നപ്പോൾ എനിക്ക് വിലയില്ല. നീ ഇനി തന്നെ കിടന്ന് പണിയുകയേ ഉള്ളൂ. പാച്ചിയമ്മ ചീറി. ശരിയാണ്, ഭാനു അസുഖക്കാരിയാണ്. അവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. അധികം ജോലിയൊന്നും ചെയ്യാൻ ഭാനുവിന് വയ്യ. പാച്ചിയമ്മ അത് അറിഞ്ഞു സഹായിക്കുകയും ചെയ്യും. പക്ഷെ വരവണ്ണം തെറ്റിയാൽ തീർന്നു. പാച്ചിയമ്മ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അമ്മേ പോകല്ലേ, നിൽക്ക്. ഭാനു വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. അവൾക്ക് സങ്കടമായി. മുത്തശ്ശി പോയിട്ട് നാളെയും വരും അമ്മേ, അതല്ലേ പതിവ്, അധീന പറഞ്ഞു. പതിവ് അതാണ്. രേവതിയും അമ്മയും തമ്മിൽ ചേരില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളും. എന്നാലും ഭാനുവിന് സങ്കടം വന്നു. പാച്ചിയമ്മ സഞ്ചിയുമായി മുറ്റത്തിറങ്ങിയപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് എതിരെ വരുന്നുണ്ടായിരുന്നു രമണൻ. കയ്യിൽ കുറേ പൊതിക്കെട്ടുകളുമുണ്ട്. അമ്മ ഇതെങ്ങോട്ടാ? രമണൻ ചോദിച്ചു. എനിക്ക് സൗകര്യമുള്ളിടത്തേക്ക്. പാച്ചിയമ്മ രോഷം കൊണ്ടു. അമ്മ ഇടഞ്ഞിട്ടാണെന്ന് രമണന് മനസ്സിലായി. ഇടഞ്ഞാൽ തനി മൂർഖത്തിയാണ്. രേവതിയുടെ അടുത്തേക്കായിരിക്കും. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അവൾ വിളിച്ചോ അമ്മേ? വിളിക്കാതെ അങ്ങോട്ട് ചെന്നാലെന്താ? അവൾ എൻ്റെ കാല് വെട്ടുവോ? എന്നാൽ പിന്നെ അതൊന്നും കണ്ടിട്ടേ ഉള്ളൂ. പാച്ചിയമ്മ വഴിയിലേക്ക് ഇറങ്ങി. രമണൻ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ മക്കൾ മൂവരും പറന്നെത്തി.